പ്രിയ കുഞ്ഞുങ്ങളെ, ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠമാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? 7ാമത്തെ പാഠം. പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ആ ആലയം പരിശുദ്ധമായി സൂക്ഷിക്കണമെന്നും. നമ്മളൊരു കാര്യം കൂടി പഠിച്ചില്ലേ? എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുകയും കാതുകൾ കൊണ്ട് നല്ലത് കേൾക്കുകയും കൈകൾ കൊണ്ട് നന്മകൾ ചെയ്തും നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് നമ്മൾ പഠിച്ചു. കൊള്ളാം. നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗം കൂടി നോക്കിയാലോ? അതിനു മുൻപ് നമുക്ക് യേശോ നമ്മുടെ കൂടെ ഉണ്ടാകാനും അവിടുന്ന് നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിയാനും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ മറ്റൊരു വിശുദ്ധനെ കൂടി ഈ ഇടയ്ക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ആർക്കെങ്കിലും പറയാമോ അതാരാണെന്ന്? കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഒരു കൊച്ചു വിശുദ്ധനെ പുണ്യ പദവിയിലേക്ക് ഉയർത്തി. ആരാണത്? വിശുദ്ധ കാർലോ അക്യൂറ്റസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ഈ ഒരു കുഞ്ഞു വിശുദ്ധൻ തൻ്റെ ജീവിതം വഴി എങ്ങനെയാണ് ഈ ഒരു വിശുദ്ധ പദവിയിലേക്ക് എത്തിയതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടോ? വിശുദ്ധ കാർലോ ദിവ്യകാരുണ്യത്തെ പ്രതി അമിതമായി ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും ആ ദിവ്യകാരുണ്യത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആജീവനാന്തം ജീവിച്ച വ്യക്തിയാണ്. 7ാമത്തെ വയസ്സിൽ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ഒപ്പം ആ ദിവ്യകാരുണ്യ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യം അത്ഭുതം നടന്ന പല സ്ഥലങ്ങളിലും പോയി അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് കമ്പ്യൂട്ടർ വഴി പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കി ഈ ദിവ്യകാരുണ്യ വിശുദ്ധി പല സ്ഥലങ്ങളിലും വ്യാപിപ്പിക്കുകയും അവസാനം ലുക്കേമിയ ബാധിച്ച് മരിക്കുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ. കൊച്ചു കൂട്ടുകാരായ നിങ്ങൾക്ക് ഈ ഒരു വിശുദ്ധനും മാതൃകയാണ്, പ്രചോദനമാണ്. നമുക്ക് വിശുദ്ധ കാർലോയെ കൂടി പരിചയപ്പെട്ടാലോ ഈ ഒരു വീഡിയോയിലൂടെ? വിശുദ്ധ നിരയിലേക്കൊരു കമ്പ്യൂട്ടർ വിദഗ്ധൻ.
കമ്പ്യൂട്ടറിനെയും നവീന സാങ്കേതിക വിദ്യകളെയും സമൂഹ മാധ്യമങ്ങളെയും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനാകുമെന്നും ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയാലും വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി സംരക്ഷിക്കാനാവും എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് കാർലോ അക്വിറ്റീസിന്റെ ജീവിതം. ഈ വിശുദ്ധിക്ക് അംഗീകാരമായി കാർലോയെ വിശുദ്ധ നിരയിലേക്ക് ഉയർത്തുന്നതിനുള്ള നടപടികളിലാണ് കത്തോലിക്ക സഭ ഇപ്പോൾ. ധന്യ പദവിയിലേക്കെത്തിയ കാർലോയുടെ നാമത്തിൽ നടന്ന രോഗസൗഖ്യത്തിന് സഭ ഔദ്യോഗിക അംഗീകാരം നൽകിയിട്ടുണ്ട്. ചെറുപ്പം തൊട്ട് തന്നെ വിശ്വാസ ജീവിതം നയിച്ചിരുന്ന കാർലോ ദിവസേനയുള്ള വിശുദ്ധ കുർബാനകളിൽ പങ്കെടുത്തിരുന്നു. എപ്പോഴും ജപമാല പ്രാർത്ഥനയിലും ആരാധനയിലും ഏർപ്പെട്ടിരുന്ന കാർലോ കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും ഏറെ പ്രാവീണ്യം നേടിയിരുന്നു. സ്വന്തമായി നിർമ്മിച്ച വെബ്സൈറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രദർശിപ്പിക്കാനായി മാറ്റിവെച്ച കാർലോ 11-ാം വയസ്സിലാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വെർച്വൽ ലൈബ്രറിയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. ഇതിനായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുപോകണമെന്ന് കാർലോ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകളായി വിവിധ രാജ്യങ്ങളിൽ സംഭവിച്ചതും സഭ അംഗീകരിച്ചതുമായ 136 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ശേഖരിച്ച അദ്ദേഹം 2.5 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഒരു വെബ്സൈറ്റ് തയ്യാറാക്കുന്നത്. തുടർന്ന് 5 ഭൂഖണ്ഡങ്ങളിൽ ഈ ലൈബ്രറിയുടെ പ്രദർശനം നടത്തപ്പെട്ടു. 15-ാം വയസ്സിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ധന്യൻ കാർലോ യുവത്വത്തിനൊരു മാതൃകയാണ്. സമയം നഷ്ടപ്പെടുത്തുന്നതെന്നും തലമുറകൾക്കിടയിൽ വിടവുണ്ടാക്കുന്നതെന്നും ആക്ഷേപം കേൾക്കുന്ന കമ്പ്യൂട്ടർ മേഖലയിലൂടെ തന്റെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ച അദ്ദേഹം തന്റെ കഴിവുകൾ മുഴുവൻ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാനാണ് ഉപയോഗിച്ചത്. 15-ാം വയസ്സിൽ ലുക്കീമിയ ബാധിതനായി കഴിയുമ്പോഴും തന്റെ സഹനങ്ങൾ കത്തോലിക്ക സഭയ്ക്കും മാർപ്പാപ്പയ്ക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാണ് കാർലോ മരണത്തെ സ്വീകരിക്കുന്നത്. യുവജന സിനഡിന് ശേഷം പ്രസിദ്ധപ്പെടുത്തിയ ക്രിസ്തുസ് വിവിത് എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തിൽ യുവജനങ്ങളുടെ മാതൃകയായി കാർലോയെ പരാമർശിച്ചിട്ടുമുണ്ട്. ഇന്റർനെറ്റും മറ്റ് സോഷ്യൽ നെറ്റ്വർക്കുകളും ഉപയോഗിക്കുമ്പോൾ സുവിശേഷ മൂല്യങ്ങളെയും കാർലോ ഉൾച്ചേർത്തിരുന്നു എന്നും ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന യുവജനങ്ങൾ ധന്യനായ കാർലോയെ പോലെ ക്രിയാത്മകതയുള്ളവരും വിവേകങ്ങളുമായി തീരണമെന്നും ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രബോധനങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈബർ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന ധന്യന്റെ ശരീരം ഇന്നും അഴുകിയിട്ടില്ല എന്നത് വിശുദ്ധിയുടെ അടയാളമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എല്ലാവരും അവരവരുടെ തനിമയിൽ ജനിക്കുന്നു, എന്നാൽ പലരും മറ്റുള്ളവരുടെ പകർപ്പുകളായി മരിക്കുന്നു എന്ന കാർലോയുടെ വാക്കുകൾ യുവ സമൂഹത്തിന് പ്രചോദകമാണ്. ഏതു കാലഘട്ടങ്ങളിലും നമ്മുടെ മുന്നിലെത്തുന്ന ഭൗതിക സാഹചര്യങ്ങളെ അനുകൂലമാക്കി സഭയുടെ വളർച്ചയിൽ പങ്കാളികളാകാൻ ആവും എന്ന് കാർലോ നമ്മെ പഠിപ്പിക്കുന്നു. അനാവശ്യ കാര്യങ്ങൾക്കായി ദിവസവും മണിക്കൂറുകൾ ചിലവഴിക്കുന്ന നമുക്ക് മുന്നിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യത്തിനായി 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ജീവിച്ചാണ് കാർലോ ദൈവത്തോട് വിശ്വസ്തനായത്. മീഡിയയെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പുസ്തകങ്ങളും ടിവിയും ഇന്റർനെറ്റുമെല്ലാം നിരന്തരം ഉപയോഗിക്കുന്നവരായാലും അതൊന്നും നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമാകണം എന്നില്ല. എവിടെയായിരുന്നാലും നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തി വചനങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഒക്കെ നമുക്കും സുവിശേഷത്തിന്റെ പ്രചാരകരാകാം. അപ്പോൾ വിശുദ്ധ കാർലോയും വിശുദ്ധ മരിയ ഗൊരെത്തിയും ഒക്കെ നമുക്ക് ജീവിതത്തിലെ പ്രചോദനമാണ്, മാതൃകയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ആദ്യകുർബാന സ്വീകരിച്ചവരാണ്, ആദ്യകുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നവരാണ്. അപ്പോൾ ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് തികഞ്ഞ ഭക്തിയും സ്നേഹവും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒപ്പം നമ്മൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച്, സിനിമകൾ കാണരുത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മളെ പാപത്തിലേക്ക് നയിക്കരുത്. ആ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വചനം വായിക്കുക, പ്രാർത്ഥനയിൽ പങ്കുകാരാവുക, ഒപ്പം ടി വിയിലൂടെയൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. അങ്ങനെ നമ്മുടെ ചിന്തകളും, അതായത് ചിന്തകളാണല്ലോ നമ്മളെ വികാരങ്ങളിലേക്ക് നയിക്കുന്നതും വികാരങ്ങൾ നമ്മളെ പാപത്തിന് പ്രവർത്തിക്ക് അടിമപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തകൾ നന്നായാൽ നമ്മുടെ വികാരങ്ങൾ നന്നാവും. നമ്മുടെ വികാരങ്ങൾ ശുദ്ധമായാൽ നമ്മൾ ഒരിക്കലും പാപത്തിന് അടിമകളാകില്ല.
അപ്പോൾ ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ നമ്മൾ ശുദ്ധത എന്ന പുണ്യം കാത്തു സൂക്ഷിക്കണം. അതായത് നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ എല്ലാം നമ്മൾ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ വ്യഭിചാരം എന്ന പാപം ചെയ്യാൻ നമുക്ക് ഇടവരില്ല. നമ്മൾ വിചാരിക്കും വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് വലിയവർക്ക് മാത്രമുള്ള ഒരു പാപമാണ് നമ്മൾ വിചാരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളായി നമ്മളും ഈ ഒരു വ്യഭിചാരം എന്ന പാപം പലപ്പോഴും ചെയ്യാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ മുൻപിൽ. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം. മ്ലേച്ഛമായ ചിത്രങ്ങൾ കാണുന്നതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറണം. മ്ലേച്ഛമായ സംസാരങ്ങൾ, ഇപ്പോൾ നമ്മൾ കൂട്ടുകാരൊന്നും അടുത്തില്ലാത്തത് കൊണ്ട് ഇതിനൊന്നും സാധ്യതയില്ല. പക്ഷേ നമ്മൾ കൂട്ടുകാരോട് കൂടെ കൂടുമ്പോഴും നമ്മുടെ വാക്കുകളും എപ്പോഴും നല്ല സംസാരങ്ങളായിരിക്കണം. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പാഠങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വിശുദ്ധ മരിയാപുരത്തെയും വിശുദ്ധ കാർലോയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്നുകൊണ്ട് പരിശുദ്ധിയിൽ വളരാൻ നമ്മളെ ഇവർ സഹായിക്കട്ടെ. ഒപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾ ചെയ്യേണ്ട വിശുദ്ധിയിൽ വളരാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതായത് നമുക്ക് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പാപം ചെയ്യുകയാണോ ഇല്ലയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ വളരാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ഏതാനും ചില കോളങ്ങളിൽ പറയുന്നുണ്ട്. അത് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറിയാം. അതായത് മുതിർന്നവരുമായിട്ട് ചർച്ച ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, പ്രത്യേകിച്ച് ദൈവവചനം വായിക്കുക, വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുക. ഇനിയും എന്തെല്ലാം ചെയ്യാമെന്ന് സ്വന്തമായിട്ട് നിങ്ങൾ ആലോചിച്ച് ആ ഒരു കോളം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിച്ചു കൊടുക്കണം. ഒപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ, പാഠപുസ്തകം നന്നായിട്ട് പല ആവർത്തി വായിക്കുക. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് പങ്കുവയ്ക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത് ഈ ഒരു വിശുദ്ധി എന്ന പുണ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മളെ സ്ത്രീയും പുരുഷനുമൊക്കെ ആയിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലൈംഗികത എന്നാൽ ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. സന്താനോൽപാദനത്തിന് വേണ്ടി മാത്രം ദൈവം, അതായത് വിവാഹത്തിന് ശേഷം ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ മാത്രമേ ഈ ഒരു കഴിവ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും ഈ പാഠം നല്ലതുപോലെ വായിച്ച് നമുക്ക് വേണ്ട നല്ല ഗുണങ്ങൾ നമ്മൾ സ്വാംശീകരിക്കുകയും ചെയ്യണം. അപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിശുദ്ധിയിൽ വളരാനുള്ള കാര്യങ്ങൾ കാണാതെ പഠിക്കുകയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ വിശുദ്ധ കാർലോയും വിശുദ്ധ മരിയാപുരത്തെയും നിങ്ങളുടെ കളിക്കൂട്ടുകാരായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ ഒന്നുകൂടെ നോക്കിയാലോ? എന്താ ഒന്നാമത്തെ ചോദ്യം? ദൈവം മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് 45-ാമത്തെ പേജിൽ തന്നെ നോക്കിക്കേ. ഉത്തരം പറയാമോ? ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ ജീവശ്വാസം അവന് നൽകി ദൈവം അവനെ സൃഷ്ടിച്ചു. ഇത്ര മനസ്സിലായില്ലേ? എന്താ രണ്ടാമത്തെ ചോദ്യം? നമ്മുടെ ശരീരത്തിലൂടെ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും? പാഠപുസ്തകത്തിലെ 46-ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവിക പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. കാരണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഈ ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുകയും കാതുകൾ കൊണ്ട് നല്ലത് കേൾക്കുകയും നാവുകൾ കൊണ്ട് നല്ലത് പറഞ്ഞു, അങ്ങനെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾ വഴിയും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. മൂന്നാമത്തെ ചോദ്യം എന്താ? വായിച്ചേ. ദൈവം എന്തിനാണ് മനുഷ്യന് ലൈംഗികത നൽകിയത്? എന്തിനാണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പറയാൻ?
സന്താനോൽപാദനത്തിന് വേണ്ടി. ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. 47-ാമത്തെ പേജിൽ നോക്കിക്കേ, അവസാനത്തിൻ്റെ തൊട്ട് മുൻപുള്ള പാരഗ്രാഫിൽ. സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്കും സന്താനോൽപാദനത്തിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യന് ലൈംഗികത നൽകിയത്. എന്താ അടുത്ത ചോദ്യം? ലൈംഗിക വിശുദ്ധിയിൽ നാം വളരുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 47-ാമത്തെ പേജിൽ 7 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല വസ്ത്രധാരണം, നല്ല സംഭാഷണം, നല്ല കൂട്ടുകെട്ട്, ഇങ്ങനെ പറയുന്ന 7 പോയിന്റുകൾ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ബുക്കിലേക്ക് എഴുതി കാണാതെ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ശുദ്ധത എന്ന പുണ്യം അല്ലെങ്കിൽ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാകുന്നത് എപ്പോഴാണ്? അടുത്ത ചോദ്യം അതല്ലേ? നമ്മൾ കണ്ടു. നമ്മൾ 48-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഭാര്യ ഭർത്തൃ ബന്ധത്തിലൂടെ മാത്രമേ ലൈംഗികത പാടുള്ളൂ. ലൈംഗിക പ്രവൃത്തി വിവാഹം എന്ന ഉദാശയിലൂടെ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലൂടെ മാത്രമേ ഈ ലൈംഗിക പ്രവൃത്തി പാടുള്ളൂ. അതിനു പുറമേയുള്ള എല്ലാ ലൈംഗിക പ്രവൃത്തികളും തിന്മയാണ്, 6-ാം പ്രമാണത്തിൻ്റെ ലംഘനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാ ചോദ്യോത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നോട്ട് ബുക്കിലേക്ക് വൃത്തിയായി എഴുതി. ഒന്നാമത്തെ കാര്യം, പാഠപുസ്തകം നല്ലതുപോലെ നിങ്ങൾ വായിക്കണം. വായിച്ച് നോട്ട് ബുക്കിലേക്ക് ഈ ഉത്തരം എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു പാഠം നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ ശരീരത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിയെക്കുറിച്ചും ആണ് പറയുന്നത്. അപ്പം നിങ്ങൾ വളർന്നു വരുമ്പോഴും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് അല്ലെങ്കിൽ മുതിർന്നവർ എന്ന് വെച്ചാൽ എല്ലാവരോടുമല്ല, ഇപ്പം മാതാപിതാക്കളോടോ നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവരോടോ ആയിട്ട് ചർച്ച ചെയ്യുകയും നമ്മുടെ പ്രശ്നത്തിൽ നിന്നും മുന്നേറുകയും ചെയ്യണം. അതിനുള്ള പോംവഴികൾ നമ്മുടെ മുതിർന്നവരും അധ്യാപകരും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അല്ലാതെ എന്തെങ്കിലും ഒരു കൊച്ച് തിന്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിൽ തന്നെ തുടരാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ അനുവദിക്കരുത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നമുക്ക് പാടാം എന്ന് പറഞ്ഞൊരു പാട്ടുകൂടി തന്നിരിക്കുന്നത് കണ്ടോ? നമുക്കതൊന്ന് പാടി നോക്കിയാലോ? ദൈവമേ നിന്റെ ശ്വാസമാണെൻ്റെ ജീവനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ ശ്വാസമാണെൻ്റെ ജീവനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ സ്നേഹമാണെൻ്റെ പ്രാണനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ ദാനമാണെൻ്റെ ദേഹമെന്നതറിയുന്നു. ദൈവമേ നിന്റെ ദാനമാണെൻ്റെ ദേഹമെന്നതറിയുന്നു. ദൈവമേ എൻ്റെ സ്നേഹമേ നിന്റെ വാസമെന്നിലുണ്ടാകണേ. ദൈവമേ എൻ്റെ സ്നേഹമേ നിന്റെ വാസമെന്നിലുണ്ടാകണേ.
ദൈവമേ നിന്റെ ശ്വാസമാണെൻ്റെ ജീവനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ ശ്വാസമാണെൻ്റെ ജീവനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ സ്നേഹമാണെൻ്റെ പ്രാണനായതെന്നറിയുന്നു. ദൈവമേ നിന്റെ സ്നേഹമാണെൻ്റെ പ്രാണനായതെന്നറിയുന്നു. ഈ പാട്ട് പഠിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. കൂടാതെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിങ്ങൾക്ക് ഓർമ്മിക്കാനും പഠിക്കാനുമായിട്ടൊരു വചനം കൂടി തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്നും കൂടി ഒന്ന് വായിച്ചു നോക്കിയാലോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഒന്നുകൂടി വായിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? എവിടെ നിന്നാണ് ആ ബൈബിൾ ഭാഗം? കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. ഇതുകൂടി നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. കൂടാതെ വിശുദ്ധ അഗസ്റ്റിൻ നമുക്കൊരു വചനം കൂടി തരുന്നുണ്ട്. എന്താണത്? ആത്മാവ് വേർപിരിയുമ്പോൾ ശരീരം മരിക്കുന്നു, ദൈവം വേർപിരിയുമ്പോൾ ആത്മാവ് മരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിച്ചാലോ? ആത്മാവ് വേർപിരിയുമ്പോൾ ശരീരം മരിക്കുന്നു, ദൈവം വേർപിരിയുമ്പോൾ ആത്മാവ് മരിക്കുന്നു. ഈ വചനം കൂടി നമുക്ക് ഓർത്ത് വെക്കാം. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പാഠഭാഗത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്നുമല്ല. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അത് ശുദ്ധമായി പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. നമുക്കറിയാം, നിങ്ങൾ കുഞ്ഞുങ്ങളായ നിങ്ങൾ വളർന്നു വരുന്ന ഈ പ്രായത്തിൽ നിങ്ങളുടെ ശുദ്ധത എന്ന് പറയുന്ന ഈ ഒരു പുണ്യം കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ആ സമയത്ത് നിങ്ങൾ തനിയെ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മുതിർന്നവരുടെയും ഒക്കെ ഉപദേശം തേടിക്കൊണ്ട് നമ്മുടെ ശുദ്ധത എന്ന പുണ്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ലൈംഗിക വിശുദ്ധി പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ വളർന്നു വരാം. ഓക്കെ. അപ്പോൾ ഓർക്കുക, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ ശുദ്ധമായി സൂക്ഷിക്കാം, നമ്മുടെ ശരീര അവയവങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കാം. ആ ശരീരത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ തന്നിട്ടുണ്ട് ഒരു പ്രാർത്ഥന. നമുക്കത് തന്നെ പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ലൈംഗിക വിശുദ്ധി പാലിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ആലയമാകുന്ന ഈ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുദിനം വളരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.